സർ നമസ്കാരം. നമസ്കാരം. തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്ന് 4 ദിവസത്തിന് ശേഷമാണ് ബഹുമാന്യനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ അതേക്കുറിച്ച് പ്രതികരിച്ചത്. അദ്ദേഹം പറഞ്ഞതാവട്ടെ, തോൽവി അംഗീകരിക്കുന്നു, ആദരവോടുകൂടി തോൽവി അംഗീകരിക്കുന്നു. എന്നാൽ ഇടതുപക്ഷത്തെ ശക്തമായി ജനം ചേർത്ത് പിടിച്ചു എന്നറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. എങ്ങനെയാണ് ഇടതുപക്ഷം തോറ്റത് എന്നിപ്പോഴും മുഖ്യമന്ത്രിക്ക് മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നു. ശക്തമായി ജനം ചേർത്ത് പിടിച്ചെങ്കിൽ പിന്നെ എങ്ങനെയാണ് ധർമ്മടുത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഭൂരിപക്ഷം 50,000-ൽ നിന്നും ഏതാണ്ട് 30,000 വോട്ട് കുറഞ്ഞു പോയത് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഇത് തന്നെയാണ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയായ MV ഗോവിന്ദനും മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത്. തോൽവി ഞങ്ങൾ പഠിക്കും, ഇത് ഒന്നിൻ്റെയും അവസാനമല്ല, ശക്തമായി തിരിച്ചു വരും, പക്ഷേ എന്താണ് പറ്റിയത് എന്ന് മനസ്സിലാക്കാനാവുന്നില്ല എന്ന് പറയുന്നു. പാർട്ടിയുടെ മുതിർന്ന നേതാവും ഇപ്പോൾ പാർട്ടിയിൽ അത്ര കണ്ട് സജീവമല്ലാത്ത പാലോളി മുഹമ്മദ് കുട്ടിയും പറയുന്നത്, പാർട്ടിക്ക് തെറ്റുപറ്റി, തളിപ്പറമ്പിൽ PK ശ്യാമളയെ സ്ഥാനാർത്ഥിയായി നിർത്തിയതും പയ്യന്നൂരിൽ രക്തസാക്ഷി ഫണ്ട് വിനിയോഗം ചെയ്തതിലുള്ള ക്രമക്കേടുകളുമെല്ലാം സംഭവിച്ചത് ഒരു കാരണവശാലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യമായിരുന്നു, അതിൽ പാർട്ടിക്ക് തെറ്റുപറ്റി എന്ന് അദ്ദേഹവും ചൂണ്ടിക്കാണിക്കുന്നു. എന്നാൽ ഇടതുപക്ഷത്തിന് തോൽവിയുണ്ടായി, അല്ലെങ്കിൽ ഇടതുപക്ഷത്തെ തോൽപ്പിക്കാൻ എളുപ്പമാണ് എന്നാണ് UDF അടക്കമുള്ള ആളുകൾ പറയുന്നത്. എന്നാൽ അവർ തോറ്റു എന്ന് ബോധ്യപ്പെടുത്താൻ സാധിക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഇത് തന്നെയാണ് ഇപ്പോൾ ഇവരുടെ എല്ലാവരുടെയും സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. സാർ ഉൾപ്പെടെ കേരളത്തിലെ മുതിർന്ന മാധ്യമപ്രവർത്തകരും രാഷ്ട്രീയ നിരീക്ഷകരുമെല്ലാം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. സാറ് വളരെ കൃത്യമായി അത് പ്രവചിക്കുകയും ചെയ്തു. ഏതാണ്ട് 100-നും 105 സീറ്റിനും ഇടയിൽ സീറ്റ് നേടി UDF അധികാരത്തിൽ വരും എന്നാണ് പറഞ്ഞത്. ദയനീയമായി CPM തോൽക്കും, അത് 40-നപ്പുറത്തേക്ക് സീറ്റ് എണ്ണം അവർക്ക് പോകില്ല എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പ്രവചനം പോലെ തന്നെയാണ് വന്നത്, നിസ്സാരമാറ്റം മാത്രമാണ് ഉണ്ടായത്. തോൽവി ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇപ്പോഴും സഖാവ് പിണറായി വിജയനും MV ഗോവിന്ദനും എല്ലാം ഇത്തരത്തിൽ പറയുന്നു. അതായത് ഇവർക്ക് ഇപ്പോഴും സത്യത്തെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഇപ്പോഴും ഇവർക്ക് തലയ്ക്കുള്ളിൽ വെളിവ് ഉണ്ടായിട്ടില്ലേ എന്നുള്ളതാണ് സംശയം. എങ്ങനെ വിലയിരുത്തുന്നു സാറ് ഇത്? വൈകി വന്ന വിവേകമാണോ ഇവർക്ക് എപ്പോഴും പ്രവർത്തിക്കുന്നത്? അതായത് പിണറായി വിജയനും അതേപോലെ ഗോവിന്ദനുമെല്ലാം ഇപ്പോഴും വിശ്വസിക്കുന്നത് അടിമകളാണ് അണികൾ എന്നാണ്. അവർക്ക് സത്യം അറിയാത്തത് കൊണ്ടല്ല, അവർക്ക് നന്നായിട്ട് സത്യം അറിയാം. അതേപോലെ പാലോളി മുഹമ്മദ് കുട്ടിക്ക് ഇപ്പോഴാണ് ബോധം ഉദിച്ചു വന്നത് എന്നാണ് പറയുന്നത്. നേരത്തെ 2021 ശൈല ടീച്ചറെ വെട്ടിമാറ്റി ഒന്നിനും കൊള്ളാത്ത വീണ ജോർജിനെ ആരോഗ്യമന്ത്രിയാക്കിയപ്പോൾ ഇവർക്ക് ബോധോദയം ഉണ്ടായിരുന്നില്ലേ? ഇവർക്കൊന്നും മിണ്ടാൻ പറ്റുമായിരുന്നില്ലേ? പിണറായി വിജയൻ കൊടുത്ത ലിസ്റ്റ് അവർ സെക്രട്ടേറിയറ്റ് മീറ്റിംഗിൽ ചർച്ച ചെയ്ത് തീരുമാനിക്കണം ഓരോ മന്ത്രിമാരെ എന്ന് പറയുന്ന സമയത്ത് ഒരു ചർച്ചയുമില്ലാതെ പോക്കറ്റിൽ നിന്ന് എടുത്ത ലിസ്റ്റ് കൊടുത്ത് അത് അംഗീകരിച്ച സെക്രട്ടേറിയറ്റ് മെമ്പർമാർക്കൊന്നും ബോധോദയം ഉണ്ടായിരുന്നില്ലേ? ബോധമുണ്ടായിരുന്നു. കള്ളുപിടിച്ചിട്ടാണോ ഓടിച്ചെന്നത്? അപ്പം ജയിച്ചതിൻ്റെ ലഹരിയിൽ 2021 ജയിച്ചതിൻ്റെ ലഹരിയിൽ എല്ലാം മറന്നുപോയി. അപ്പം അന്ന് മുതൽ ഇന്ന് വരെ നടത്തിയിട്ടുള്ള തട്ടിപ്പുകളുടെയും വെട്ടിപ്പുകളുടെയും കഥകൾ ഓരോന്നോ എടുത്തു കഴിഞ്ഞാൽ അപ്പോഴൊന്നും ഇവർക്ക് ബോധം ഉണ്ടായിരുന്നില്ലേ? ഇവരെല്ലാം വിശ്വസിച്ചിരുന്നത് എന്താണ്? പിണറായി വിജയൻ ഇപ്പോഴും വിശ്വസിപ്പിക്കുന്നത് എന്താണ്? കമ്മികൾ ഇപ്പോഴും അടിമകളാണ്, തങ്ങൾ പറയുന്നത് അതേപടി വിഴുങ്ങും. കൃത്യമായ അറിവും വിവരമുണ്ടായിട്ട് തന്നെയാണ് അതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് എങ്ങനെ സ്വന്തം അണികളെ പറ്റിക്കാം, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ രീതി അനുസരിച്ച് മുകളിൽ നിന്ന് പറയുന്നത് അതേപടി അനുസരിക്കും എന്നുള്ളതാണ് അവരിപ്പോഴും ധരിച്ചു വെച്ചിരിക്കുന്നത്. അതായത് ഭാരതപ്പുഴയിലൂടെ വെള്ളം എത്രയോ ഒഴുകിപ്പോയി, ഇപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വേറെ ലെവലാണ് എന്നുള്ള കാര്യം അവർക്ക് അറിയില്ല. ഈ ഇലക്ഷൻ റിസൾട്ട് എന്താണ് നമ്മളെ പഠിപ്പിക്കുന്നത്? CPM-നുള്ളിൽ അണികൾ കൃത്യമായി അവർ നേതാക്കളെ ചോദ്യം ചെയ്യാൻ ആരംഭിച്ചിരിക്കുന്നു. കുഞ്ഞികൃഷ്ണന്റെ പുസ്തകമില്ലേ, നേതൃത്വത്തോട് നിങ്ങൾ ചോദിക്കണം. ആ ചോദിക്കലാണ് ഇത്തവണ പയ്യന്നൂരിലും തളിപ്പറമ്പിലും അതേപോലെ അമ്പലപ്പുഴയിലെല്ലാം അവർക്ക് ഉണ്ടായ തിരിച്ചടി. തൃക്കരിപ്പൂരിൽ ജയിച്ചത് UDF-ന്റെ സ്വന്തം വോട്ട് കൊണ്ടാണെന്നോ കരുതുന്നത്? ഏകദേശം 23,000 CPM വോട്ടാണ് മറഞ്ഞു പോയത്. പയ്യന്നൂരിൽ 32,000 CPM വോട്ടാണ് കുഞ്ഞികൃഷ്ണനിലേക്ക് മറഞ്ഞത്. അതായത് CPM-ന് കഴിഞ്ഞ വർഷം 96,000 വോട്ട് കിട്ടിയപ്പോൾ ഇത്തവണ കിട്ടിയത് എത്രയാണ്? 72,000 വോട്ടിലേക്ക് ചുരുങ്ങി. അതേസമയത്ത് തിരിച്ചിട്ട് 32,000 വോട്ട് ആർക്ക് കിട്ടി? അവർക്ക് 62,000 വോട്ടാണ് കിട്ടിയത്. അതേ സമയത്ത് കുഞ്ഞികൃഷ്ണന് കിട്ടിയ എത്രയാണ്? 32,000 വോട്ട് കൂടുതൽ കിട്ടി.
അതേപോലെ തന്നെയാണ് തളിപ്പറമ്പിൽ 20,000-ഓളം CPM വോട്ടാണ് ഒലിച്ചു പോയത്. തൃക്കരിപ്പൂരിലും അതേപോലെ ഈ 3 സ്ഥലങ്ങളിൽ മാത്രമല്ല, വടക്കേ മലബാറിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കോട്ടക്കൊത്തളങ്ങളായിരുന്ന നാദാപുരത്തും കുറ്റ്യാടിയിലും പേരാമ്പ്രയിലും അതേപോലെ കൊയിലാണ്ടിയിലും എന്തിന് എലത്തൂരിലും കോഴിക്കോട് 1-ലും കോഴിക്കോട് 2 നോർത്തും സൗത്തിലും അതേപോലെ കുന്നമംഗലത്തും തിരുവമ്പാടിയിലും എല്ലാം ബാലുശ്ശേരിയിലും എല്ലാം ഇവരുടെ സിറ്റിംഗ് സീറ്റായിരുന്നു. മാത്രമല്ല എല്ലാ കാലത്തും CPM വിജയിക്കുന്ന സീറ്റുകളായിരുന്നു. അവിടെയുള്ള CPM പ്രവർത്തകർ മറിച്ച് കുത്തിയത് കൊണ്ടാണ് ഇവർ വിജയിച്ചത്, അല്ലാതെ സ്വയം UDF കൊണ്ട് വിജയിച്ചു പോയതല്ല. എന്തിന് മുഖ്യമന്ത്രിയുടെ സ്വന്തം മണ്ഡലത്തിൽ മുഖ്യമന്ത്രിയുടെ ഭൂരിപക്ഷം നോക്കൂ. അതായത് മട്ടന്നൂരിൽ 60,000 വോട്ട് കിട്ടിയെടുത്ത് പ്രാവശ്യം 14,000 വോട്ടിന്റെ ഭൂരിപക്ഷമാണ്. 46,000 വോട്ടാണ് ഒലിച്ചു പോയത്. അതാരെ വോട്ടാണ്? CPM-ന്റെ വോട്ടല്ലേ. അപ്പം അതേപോലെ മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ 6 റൗണ്ട് കഴിഞ്ഞിട്ടാണ് മുഖ്യമന്ത്രിക്ക് ഒരു ഭൂരിപക്ഷത്തിലേക്ക് കടന്നു. അത് UDF ഗൗരവമായി എടുത്ത് അവിടെ ശരിക്കുള്ള പ്രചരണം നടത്തിയിരുന്നെങ്കിൽ ഇപ്പൊ മുഖ്യമന്ത്രി ജയിച്ചും കൊണ്ട് വരുമായിരുന്നില്ല. അവിടെ അബ്ദുൾ റഷീദ് എന്ന് പറയുന്ന ആരും അറിയാത്ത ഒരു നേതാവ് വർക്ക് ചെയ്തപ്പോൾ ഇതാണ് സ്ഥിതിയെങ്കിൽ, ശരിയായൊരു പ്രവർത്തനം അവിടെ നടത്തിയിരുന്നെങ്കിൽ, അതൊക്കെ സുധാകരനെ പോലുള്ള പരിണതപ്രജ്ഞരായ ഒരു നേതാവാണ് മത്സരിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ ധർമ്മട മണ്ഡലത്തിൽ പിണറായി തോറ്റു തുപ്പിട്ട് ഇപ്പോൾ പുറത്തിറങ്ങാൻ പറ്റാത്ത വിധത്തിൽ എവിടെയെങ്കിലും മാളത്തിൽ ഒളിച്ചിട്ടുണ്ടാവും. ആ അബ്ദുൾ റഷീദ് ആയതുകൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടു പോകുന്നത്. അതും അവിടെ പ്രചരണമില്ലാതെ വന്നതുകൊണ്ട്. അദ്ദേഹം പറഞ്ഞ ഒരു വല്ലാത്ത വാക്കുകളുണ്ട്. അവിടെ ആരെടുത്ത് ചെന്നാലും പറഞ്ഞത് ഈ മുഖ്യമന്ത്രിയെ നമുക്ക് വേണ്ട, ഇനി ജനങ്ങളുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഇദ്ദേഹത്തെ ആർക്ക് വേണം, ഈ മണ്ഡലത്തിന് വേണ്ടി എന്ത് ചെയ്തു എന്നാണ് ചോദിച്ചത്. മറിച്ച് അബ്ദുൾ റഷീദ് മറ്റൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു നേതാവ് പോലും ഞാൻ വിളിച്ചിട്ട് മണ്ഡലത്തിൽ വന്ന് പ്രചരണം നടത്താൻ ആർക്കും സമയമുണ്ടായിരുന്നില്ല. അങ്ങനെ ഏതെങ്കിലും ഒരു നേതാവ് UDF-ന്റെ അവിടെ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ നമ്മളുടെ തെരഞ്ഞെടുപ്പ് ഫലം മറ്റൊന്നാകുമായിരുന്നു എന്നാണ് അദ്ദേഹം. വടകരയിൽ ശൈലജ ടീച്ചറെ തോൽപ്പിച്ച ഷാഫി പറമ്പിൽ അല്ലെങ്കിൽ കെ സുധാകരൻ ഇത്ര വലിയ വിവാദങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ടല്ലോ, അദ്ദേഹം പോയി അവിടെ കൃത്യമായി പ്രവർത്തിച്ചിരുന്നെങ്കിൽ, അദ്ദേഹം 7 പഞ്ചായത്തുകളിൽ ഒരു 2 തവണ ചുറ്റി വന്നിരുന്നെങ്കിൽ അവിടെ ധർമ്മട മണ്ഡലം ഇത്തവണ UDF-ന്റെ കൈവശമായിരുന്നേനെ. അപ്പം ഇത്തരത്തിലുള്ള വോട്ട് മാറ്റം നമ്മൾ ചെറിയ തോതിലൊന്നുമല്ല നടന്നില്ല. ആകപ്പാടെ LDF-ന് പിടിച്ചു നിൽക്കാൻ ആകപ്പാടെ തുരുത്തുണ്ടായി തൃശ്ശൂർ മാത്രമാണ്. ബാക്കി എവിടെയെങ്കിലും LDF ഉണ്ടോ ആലോചിച്ച് നോക്കൂ. നമ്മള് ഇവിടെ കോഴിക്കോട് നിന്ന് കയറി കഴിഞ്ഞാൽ പിന്നെ വയനാട് കയറിയ ആളില്ല, മലപ്പുറം കയറിയ ആളില്ല, പിന്നെ പാലക്കാട് ചെന്നിട്ട് വേണം CPM-നെ കാണാൻ. അത് കഴിഞ്ഞിട്ട് തൃശ്ശൂരും കഴിഞ്ഞാൽ ഇങ്ങോട്ട് പിന്നെ എവിടെ ചെന്നിട്ട് കാണും? എറണാകുളം ഇല്ല, അതേപോലെ ഇടുക്കിയില്ല, കോട്ടയം ഇല്ല. പിന്നെ നമ്മൾ എവിടെ ചെന്നിട്ടാ കാണുക? നമ്മള് പത്തനംതിട്ട എന്നൊരു തുരുത്തിൽ മാത്രമാണ് LDF CPM ഉള്ളത്. അത് കഴിഞ്ഞിട്ട് ആലപ്പുഴയിലെ എന്താ സ്ഥിതി? ഒരു 2-3 സ്ഥലങ്ങളിൽ എങ്ങനെയൊക്കെ രക്ഷപ്പെട്ടു. കൊല്ലത്ത് എല്ലാ കാലത്തും CPM-ന്റെ കൂടെ ഉണ്ടായിരുന്ന സഖാക്കളെല്ലാം തന്നെ UDF-ലേക്ക് മാറി. UDF-ന് വോട്ട് ചെയ്ത് മാത്രമല്ല ഒരു BJP-യെയും വിജയിപ്പിച്ചു കൊടുത്തു എന്നുള്ളതാണ്. 8 സീറ്റ് ആർക്കാണ്? UDF-നാണ്. 1 സീറ്റ് BJP-ക്കാണ്. 2 സീറ്റ് മാത്രമേ ആർക്കുള്ളൂ? CPM-നുള്ളൂ. ഈ തിരുവനന്തപുരത്ത് പോയാലോ 7 സീറ്റ് UDF-നാണ്. ചരിത്രത്തിൽ ഇന്നേ വരില്ലാത്ത തിരിച്ചടിയാണ്. 2 സീറ്റ് BJP-ക്കാണ്, 5 സീറ്റ് മാത്രമാണ് CPM-നുള്ളത്. തൃശ്ശൂർ ഇല്ലായിരുന്നെങ്കിൽ, പാലക്കാടും ഉണ്ടായിരുന്നില്ലെങ്കിൽ CPM-ന്റെ സ്ഥിതി എന്താകുമായിരുന്നു? അവിടെയോ വിജയിച്ച ചുരുങ്ങിയ വോട്ടുകൾക്കാണ് LDF വിജയിച്ചത്. ഒരു ചെറിയ ഒരു പ്രവർത്തനം കൂടെ, അടുക്കും ചിട്ടയുള്ള പ്രവർത്തനം തൃശ്ശൂരും പാലക്കാടും കൂടെ കൊടുത്തിരുന്നെങ്കിൽ ചിലപ്പോൾ സമ്പൂർണമായ ഒരു പരാജയമായിരുന്നു CPM-നെ കാത്തിരിക്കുന്നത്. എന്നിട്ടും പറയാണ് ഞങ്ങൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല. ഈ 5 വർഷം കാണിച്ചിട്ടുള്ള കൊള്ളകൾ, ലൈഫ് മിഷൻ തട്ടിപ്പായിക്കോട്ടെ, അതേപോലെ നയതന്ത്ര പാക്കേജ് സ്വർണ്ണക്കൊള്ളക്കടത്തായിക്കോട്ടെ, ശബരിമലയിലെ സ്വർണം മോഷ്ടിച്ചതായിക്കോട്ടെ, അതേപോലെ ലാവ്ലിൻ കേസിലെ മോഷണം, അത് അറിയാത്തതുകൊണ്ടാണോ? കേരളത്തിലെ CPM-കാർക്ക് ആർക്കും അറിയാത്തതുണ്ടെങ്കിൽ ഞാൻ പഠിപ്പിച്ചു കൊടുക്കാം. ധൈര്യമുണ്ടോ എന്നോട് വെല്ലുവിളിയായിട്ട് സ്വീകരിക്കാൻ? നമ്മുടെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും അതേപോലെ പിണറായി വിജയനെ വിടയായിരിക്കാം. അദ്ദേഹം വാ തുറന്ന കള്ളം മാത്രമേ പറയുള്ളൂ. എല്ലാ സ്വരാജ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും മറ്റൊരു നേതാവായിക്കോട്ടെ, എന്തിനെ നമ്മുടെ MA ബേബിയോട് വരാൻ പറയൂ. ലാവ്ലിൻ കേസിൽ പിണറായി വിജയൻ 300 കോടി രൂപയിൽ മേലെ മോഷ്ടിച്ചതിന്റെ കൃത്യമായ രേഖ ഞാൻ കൊടുക്കാം. അപ്പൊ 2005 മുതൽ ഞാനിത് പ്രസിദ്ധ സമയത്ത് എന്റെ ഓഫീസ് കത്തിക്കുകയും ക്രൈമിന്റെ കോപ്പികൾ പിടിച്ചെടുത്തപ്പോഴും ഇവർക്കൊന്നും ബോധോദയം ഉണ്ടായിരുന്നില്ലേ? അന്ന് ഞാൻ വെല്ലുവിളിച്ചില്ലേ പിണറായി വിജയനെ? CPM സംസ്ഥാന സെക്രട്ടറി പ്രകാശ് കാരാട്ടിനെ വെല്ലുവിളിച്ചില്ലേ? ഞാൻ രേഖകൾ തരാം, നിങ്ങൾ പഠിക്കോ, നിങ്ങൾ തയ്യാറുണ്ടോ എന്നുള്ളത്. ആരെങ്കിലും എന്താ ശ്രദ്ധിക്കാതിരുന്നത്?
ഏതെങ്കിലും ചെറിയൊരു കുട്ടി പറഞ്ഞാൽ പോലും ശ്രദ്ധിക്കണ്ടേ? അറിയാത്തത് കൊണ്ടല്ല, അവർക്കറിയാം. പാർട്ടിക്കും കിട്ടിയിട്ടുണ്ട് മോഷ്ടിച്ചതിൽ ഒരു പങ്ക്. പിണറായി വിജയൻ അതിന്റെ 99% മോഷ്ടിച്ചുകൊണ്ടേ 1% പാർട്ടിക്ക് കൊടുത്തു. അതിന് പാർട്ടി മിണ്ടില്ല. പാർട്ടിയുടെ പോക്കറ്റിൽ ഇത് ഉള്ളതുകൊണ്ടാണ് അവർ സുഖമായിട്ട് ശീതളീകരിച്ച ഫ്ളാറ്റുകളിൽ തിരുവനന്തപുരത്ത് AKG സെന്ററിന് മുന്നിൽ താമസിക്കുന്നത്. അങ്ങനെ 1997 മുതൽ മോഷണം തുടങ്ങിയതാണ്. ആ മോഷണത്തിലൂടെ കോടാനുകോടി ഉണ്ടാക്കിയതിന്റെ കഥയൊക്കെ CPM-ന് നന്നായിട്ട് അറിയാം. 105 കോടി രൂപ ചെലവഴിച്ച് 110 കോടി രൂപ ചെലവഴിച്ച് പുതിയ കെട്ടിടം ഉണ്ടാക്കാൻ എവിടുന്ന് പൈസ കിട്ടി? അപ്പോൾ അതൊരു ഓഹരി മാത്രമാണ്. 1 ലക്ഷം കോടി ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഒരു ചെറിയൊരു അംശം 0.1% ഒരു ബിൽഡിംഗ് പണിയാൻ പിണറായി വിജയൻ കൊടുത്തു. അല്ലാതെ എവിടുന്നാണ് പൈസ കിട്ടിയെന്ന് അറിയണ്ടേ? അപ്പൊ ഈ വിധത്തിൽ കട്ടും മോഷ്ടിച്ചും പണമുണ്ടാക്കി പിണറായി വിജയൻ വിദേശത്ത് കോടാനുകോടി രൂപ ഉണ്ടാക്കിയപ്പോൾ ഞാൻ അതിനൊന്നും ചോദ്യം ചെയ്യാനോ അതിനൊന്ന് എന്തെങ്കിലും പറയാനോ ഈ ബിനോയ് വിശ്വൻ ഇവിടെ പോയി? മുമ്പ് CK ചന്ദ്രപ്പൻ കൃത്യമായി ചോദിച്ചിരുന്നു, സംസ്ഥാന CPI സെക്രട്ടറി. ഇപ്പോൾ ബിനോയ് വിശ്വം എല്ലാം കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് നിന്ന് വർത്താനം പറയുമ്പോൾ മുമ്പ് ഞാൻ ബിനോയ് വിശ്വത്തെ ഒരു ഇന്റർവ്യൂവിന് വിളിച്ചപ്പോൾ പറഞ്ഞത് ഞാൻ ഇപ്പോൾ സമയമില്ല എന്നാണ്. അദ്ദേഹത്തോട് ഇതൊക്കെ ചോദിച്ചാൽ അദ്ദേഹത്തിന് ഉത്തരം മുട്ടും എന്നുള്ളതുകൊണ്ടാണ് എൻ്റെ വളരെ അടുത്ത സുഹൃത്തു കൂടിയായ ബിനോയ് വിശ്വം എന്നോട് ഒഴിഞ്ഞു മാറിയത്. അത്തരത്തിലുള്ള CPI അതേ നശിച്ചു. ഞാൻ നാരായണത്തകൽ എടുക്കാനില്ല. ഇന്ത്യയിൽ എവിടെയെങ്കിലും CPI ഉണ്ടപ്പം ആപ്പാട് 8 സീറ്റിൽ ഇവിടെ ഉണ്ട്, 2 സീറ്റ് തമിഴ്നാട്ടിലും ഉണ്ട്. അതും DMK-ന്റെ ചെലവിൽ കിട്ടിയതാണ്. എവിടെയാണ് CPIയും CPM ഉള്ളത്? ഇതോടുകൂടി തീരുകയാണ്. ഇനി അടുത്തൊരു ഇലക്ഷൻ വരുമ്പോഴേക്ക് CPIയും CPM ഒക്കെ തന്നെ BJP മാറിയിട്ടുണ്ടാവും. എന്തിന്? നാട്ടികയിൽ CPIയുടെ മുമ്പത്തെ MLA അല്ലേ CPM BJP ആയത്. അപ്പൊ ഇതാണ് കേരളത്തിലെ BJP CPM-ന്റെയും CPI-യുടെ സ്ഥിതി. ഇതിന് മാറണമെങ്കിൽ അവര് സ്വയം കുറ്റം പറയണം. ഞങ്ങൾ എല്ലാവരും കുറ്റക്കാരാണ്, ഞങ്ങൾക്ക് മോഷ്ടിച്ചതിന്റെ ഇത്ര അംശം തന്നിട്ടുണ്ട്. എന്നിരുന്നാലും ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി ഞങ്ങൾ ചില ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം, 99 സീറ്റോടുകൂടി രണ്ടാം പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വരുന്നു. അവിടെ നിന്ന് 35 സീറ്റിലേക്ക് ഇത് മാറുന്നു. ഇപ്പോൾ പാലോള് മുഹമ്മദ് കുട്ടി ഉൾപ്പെടെ MP ഗോവിന്ദനും പിണറായി വിജയൻ ഉൾപ്പെടെ എല്ലാവരും പറയുന്നു ഞങ്ങൾ തെറ്റ് പറ്റിയത് തിരുത്തും, പൂർവാധികം ശക്തിയോടുകൂടി തിരിച്ചു വരും. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഈ തളിപ്പറമ്പിൽ PK ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വം, TK ഗോവിന്ദൻ അതിനെ ചൊല്ലി കലഹമുണ്ടാക്കി പുറത്തു വരുന്നു. അതുപോലെ പയ്യന്നൂർ രക്തസാക്ഷി ഫണ്ട് വിനിമയത്തെക്കുറിച്ചുള്ള ക്രമക്കേടുകൾ, അമ്പലപ്പുഴയിൽ G സുധാകരൻ ഉയർത്തിയ പുത്തൻകൂറ്റുകാർ നേതാക്കന്മാരുടെ നയവൈകല്യങ്ങൾക്കെതിരെ ഉയർത്തിയ പ്രശ്നങ്ങൾ, ഇതൊക്കെ ഒരിക്കൽ പോലും തെരഞ്ഞെടുപ്പിന് മുമ്പ് ചർച്ചാ വിഷയമാക്കാതെ ഇപ്പോൾ അതിലെല്ലാം തെറ്റുപറ്റി എന്ന് പറയുമ്പോൾ ഈ പാർട്ടി ആര് നോക്കിയാണ് കൊഞ്ഞനം കുത്തുന്നത്? എന്റെ ചോദ്യമാണ്, പിണറായി വിജയനെതിരെയുള്ള വ്യക്തമായ അഴിമതിയുടെ രേഖകൾ ഞാൻ കൊടുക്കാം, അദ്ദേഹത്തിനെതിരെ നടപടി എടുക്കുമോ? ഇപ്പോഴെങ്കിലും നടപടി എടുക്കുമോ? തൻ്റെ ഇടമുണ്ടോ CPM-ന്? അങ്ങനെയാണെങ്കിൽ തെറ്റ് തിരുത്തൽ എന്ന് പറയുന്ന പ്രക്രിയയുടെ ഭാഗമായി പറയുന്നത് നമുക്ക് അംഗീകരിക്കാം. 20 വർഷമായിട്ട് തട്ടിപ്പ് നടത്തിയതിൻ്റെ കാര്യങ്ങൾ CPM-ന് അറിയാത്തത് കൊണ്ടാണോ? അതിൻ്റെ ഓഹരി നേതാക്കന്മാർക്കും കിട്ടിയിട്ടുണ്ട്, പല നേതാക്കന്മാർക്കും കിട്ടിയത് കൊണ്ടാണ് അവർ മിണ്ടാതിരിക്കുന്നത്. അവസാനം ജനങ്ങൾ, ഇതൊന്നും അറിയാത്ത അന്ധമായി വിശ്വസിച്ചിരുന്ന ജനങ്ങൾ ഇപ്പോൾ സത്യം നേരിട്ട് മനസ്സിലാക്കിയതോടെ അവർ വെളിവ് വെച്ചപ്പോൾ, CPM-നെ അടിച്ചു പുറത്താക്കിയപ്പോൾ ഇപ്പോൾ അവരെ ഇനി പോവാത്ത ആളുകൾക്ക് വേണ്ടി, കൂടെയുള്ള ആളുകൾ ഇനിയെങ്കിലും അവർ പോവാതിരിക്കാൻ വേണ്ടി പിണറായി വിജയനും സംഘവും നടത്തുന്ന ഈ കസർത്ത് ഇനിയും വേണ്ട എന്നാണ് പറയാനുള്ളത്. അരിഹാരം കഴിക്കുന്ന ആളുകൾ കൃത്യമായിട്ട് CPM-ലുമുണ്ട്. സാധാരണ CPM പ്രവർത്തകർ കൃത്യമായി ഇനി ചോദിക്കാൻ തുടങ്ങും. പിണറായി വിജയനെ നിർത്തി അവർ ചോദിക്കും. പഴയ മാതിരി കാറിൽ 41 വണ്ടി പോലീസിന്റെ സഹായത്തോടെ ഇവിടെ അല്ലല്ലേ യാത്ര. എവിടെ CPM-നെ സാധാരണ അണികൾ ചോദിക്കണം. ഞാൻ വെല്ലുവിളിക്കുന്ന ഈ കാര്യത്തിൽ തൻ്റെ ഇടമുണ്ടോ പിണറായി വിജയന് മറുപടി പറയാൻ? ഞാൻ എവിടെയാണോ പിണറായി പബ്ലിക്കായിട്ട് വരാം, തെളിവുമായിട്ട് വരാം. പിണറായി വിജയൻ മോഷ്ടിച്ചതിന്റെ വ്യക്തമായ രേഖ ഞാൻ കാണിച്ചു തരാം. ഈ ബാലാനന്ദനെ പോലെയുള്ള ആളുകൾ കൊണ്ടുവന്ന കൃത്യമായിട്ടുള്ള 100 കോടി രൂപയ്ക്ക് കൊടുക്കേണ്ട ചെങ്കുളം പന്നിയാർ പള്ളിവാസൽ പദ്ധതി 278 കോടി രൂപയ്ക്ക് എന്തിന് ലാവ്ലിൻ കമ്പനിക്ക് കൊടുത്തു? മലബാർ ക്യാൻസർ സെന്ററിലേക്ക് വരേണ്ട 98.3 കോടി രൂപയിൽ എങ്ങനെയാണ് പിണറായി വിജയന്റെ കമല ഇന്റർനാഷണൽ എക്സ്പോർട്ടിംഗ് കമ്പനിക്ക് 75 കോടി രൂപ വന്നത്? എന്നിട്ട് എന്താണ് CPM ചോദിക്കാത്തത്? ആ പൈസ എവിടെയെന്നെങ്കിലും ചോദിക്കണ്ടേ? ബാക്കി വരാനുള്ള പൈസ എവിടെയെന്നും ചോദിക്കണ്ടേ? സർ, ഇതാണ് CPM-ന്റെ ഒരു സമീപകാല ദൃശ്യം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാലും അവർ പറയുന്നു ഞങ്ങൾക്ക് ഒപ്പം നിൽക്കുന്നു, ജനം ചേർത്ത് പിടിക്കുന്നു എന്ന് പറയുമ്പോൾ വീണ്ടും ജനങ്ങളെ വിശ്വാസത്തിലെടുക്കാതെ മുന്നോട്ട് പോകുന്ന, അല്ലെങ്കിൽ സാർ പറഞ്ഞതുപോലെ കൂടെ നിൽക്കുന്ന ആളുകളെ തടുത്തു കൂട്ടി പിടിച്ചുകൊണ്ട് ഇനിയും ഒരു അംഗത്തിന് ബാല്യമുണ്ട് എന്ന് പറയുന്ന ഈ പൊറോട്ട് നാടകം, ചക്കളത്തി പോരാട്ടം ജനം തിരിച്ചറിഞ്ഞിട്ടും തിരിച്ചറിയാത്തവർ ഈ നേതാക്കന്മാർ മാത്രമാണ് എന്നാണ് ഇതിൽ പറയാൻ കഴിയുക.
എന്തായാലും അധികം താമസിയാതെ ജനങ്ങൾ പൂർണ്ണമായി തിരിച്ചറിയും. CPM-ന്റെ അണികൾ ഇപ്പോഴുള്ള കേഡർമാർ നല്ലവരായ കേഡർമാർ, കുറെ തട്ടിപ്പുകാരായ ഒരു 10% ആൾക്കാരുണ്ട്, അവരെ ഒഴിവാക്കാം. 90% വരുന്നത് നല്ലവരായ CPM-ന്റെ പ്രവർത്തകർ പിണറായി വിജയനെ പിടിച്ചു വെച്ച് ചോദിക്കേണ്ട കാര്യങ്ങൾ അവർക്കറിയില്ല, ഞാൻ തരാം. പിണറായി വിജയൻ നടത്തിയ അഴിമതിയുടെ രേഖകൾ തരാം. എന്തുകൊണ്ടാണ് പിണറായി വിജയനിക്കെതിരെ കേസ് കൊടുക്കാത്തത്? ഡിഫമേഷൻ കേസ് കൊടുക്കണ്ട, അല്ലാതെ പോലീസിനെ ഉപയോഗിച്ചും ഗുണ്ടകളെ ഉപയോഗിച്ച് ആക്രമിക്കുകയാണോ ചെയ്യേണ്ടത്? ക്രൈം നന്ദകുമാറിനെതിരെയും ഡിഫർമേഷൻ കേസ് കൊടുത്തിട്ടില്ല, സ്വപ്ന സുരേഷിനെതിരെയും കൊടുത്തിട്ടില്ല. അതായത് പിണറായി വിജയൻ എന്ന നേതാവിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ച, അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ച കേരളത്തിലെ പ്രമുഖ മാധ്യമ പ്രവർത്തകനാണ് ക്രൈം നന്ദകുമാർ. അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവന്ന കണക്കുകൾ, രേഖകൾ സഹിതം ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഈ കേസ് നിലനിൽക്കുന്നു. ഇങ്ങനെ നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രി അപകീർത്തിപ്പെടുത്തുന്നതാണെങ്കിൽ എന്തുകൊണ്ടാണ് ക്രൈം നന്ദകുമാറിനെതിരെ സഖാവ് പിണറായി വിജയൻ ഒരു ഡിഫർമേഷൻ കേസ് കൊടുക്കാത്തത് എന്ന് നന്ദകുമാർ സാർ തന്നെ ചോദിക്കുന്നു. ഇത് തന്നെയാണ് സ്വപ്ന സുരേഷും പറഞ്ഞത്. നയതന്ത്ര ബാഗേജ് വഴി സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തുമ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് നേരിട്ടാണ്, മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആ കേസിൽ അറസ്റ്റ് ചെയ്ത് ജയിലിലായ ആൾ കൂടിയാണ്. എന്നിട്ടും സ്വപ്ന സുരേഷ് മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും എതിരെ ഉയർത്തിക്കൊണ്ടുവന്ന് ഈ ആരോപണങ്ങൾക്ക് മുഖ്യമന്ത്രിയെ അപകീർത്തിപ്പെടുത്തുന്നു, കുടുംബത്തെ അപകീർത്തിപ്പെടുത്തുന്നു എന്ന് പറഞ്ഞിട്ട് സ്വപ്ന സുരേഷിനെതിരെ കേരളത്തിലെ ഏതെങ്കിലും ഒരു കോടതിയിലോ ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷനിലോ ഒരു പെറ്റി കേസ് പോലും കൊടുക്കാൻ മുഖ്യമന്ത്രിയോ കുടുംബമോ തയ്യാറായില്ല എന്നുള്ളത് വസ്തുതകളാണ്. ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കേണ്ടത് എന്തൊക്കെയോ കാര്യമായി മടിയിലുണ്ട്, അതുകൊണ്ട് തന്നെയാണ് വഴിയിൽ ഈ ഭയം എന്നാണ് മനസ്സിലാക്കാൻ കഴിയുക. എന്തായാലും CPM അണികളും പ്രവർത്തകരും സത്യാവസ്ഥ എന്തെങ്കിലും തിരിച്ചറിയും. കേരളത്തിൽ ഇടതുപക്ഷം നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇത്തരം കാര്യം ഒരു സംവാദത്തിനെടുത്തത്. നന്ദി, നമസ്കാരം.